ഞാൻ എമ്പുരാൻ കണ്ടിട്ടില്ല, കാണേണ്ട ആവശ്യവുമില്ല. സിനിമയെ പറ്റി അഭിപ്രായം പറയാൻ സകലമാന യോഗ്യതകളുള്ളവനാണ് ഞാൻ. ഇപ്പോൾ ചൈനീസ് റെസ്റ്റോറൻറ്റിലെ മറ്റേ ഇതുണ്ടാക്കുന്ന ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന ആളെ കാണിക്കേണ്ട അവസാനം ആ സിനിമയെ ഡീഗ്രേഡ് ചെയ്യുന്നു. അപ്ഗ്രേഡ് ചെയ്യാമെങ്കിൽ ഡീഗ്രേഡും ചെയ്യാമല്ലോ. ഈ സിനിമ കാണരുത് എന്ന് പറഞ്ഞ ഒരു ക്യാമ്പയിൻ നടത്താൻ മറ്റുള്ളവർക്കും അവകാശമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എമ്പുരാൻ സിനിമയായിട്ട് ചുറ്റിപ്പറ്റി കിടക്കുന്ന ആ ഒരു വിവാദങ്ങൾ നിങ്ങളെല്ലാവരും ഇതിനോടകം തന്നെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ലാസ്റ്റ് ആണെങ്കിൽ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് വളരെ കൃത്യമായിട്ട് നമ്മൾ ഈ ഒരു ഗുജറാത്തിലെ ഒരു കലാപം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് എന്താണ് ഈ ഒരു വിഷയത്തിലെ ശരികളെന്നും ശരികേടുകളെന്നും ഒക്കെ. ഓക്കെ, എന്നിട്ട് ഇപ്പോൾ ഈ ഒരു സിനിമയുടെ ഈ ഒരു കണ്ടന്റിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ ഇതിനെ വേറൊരു രീതിയിൽ വർഗീയവൽക്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതിനെ ആൾക്കാരുടെ മനസ്സിലോട്ട് വിഷം തുപ്പുന്ന രീതിയിൽ കുറെ RSSകാർ കൊണ്ടെത്തിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോക്കകത്ത് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. എൻ്റെ നല്ലവരായിട്ടുള്ള അത്യാവശ്യം മനുഷ്യനായിട്ട് കാണാൻ തന്നെ സാധിക്കുന്ന ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട്. BJP-യിലും RSSലും ഉള്ള നല്ല സുഹൃത്തുക്കളുണ്ട്. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള ഒരു വ്യക്തിയല്ല. അപ്പം എൻ്റെ അത്തരം സുഹൃത്തുക്കൾക്ക് ദയവ് ചെയ്ത് ഈ ഒരു വീഡിയോ വേദന തോന്നരുത്. കാര്യം ഞാൻ നിങ്ങളെക്കുറിച്ചല്ല ഈ ഒരു വീഡിയോക്കകത്ത് സംസാരിക്കുന്നത്. ഇതിനകത്ത് മണ്ടന്മാരായിട്ടുള്ള വിഷം തുപ്പി നടക്കുന്ന കുറെ കീടങ്ങളെ കുറിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോക്കകത്ത് സംസാരിക്കുന്നത്. ഓക്കെ, ഇനി ഒരു വിഷയത്തിൽ എന്താണ് ഇപ്പം രണ്ടാമത്തെ ദിവസമായതിനു ശേഷമാണെങ്കിൽ എന്താണ് എമ്പുരാൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു ന്യൂസ് ബൈറ്റ് ഞാൻ ഇങ്ങോട്ട് വെക്കാം. ഇങ്ങോട്ട് പരസ്പരം ചെളിവാരിയാറുണ്ട്, അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇനി എമ്പുരാൻ നേരിടുന്നത് അതിൽ നിന്നൊക്കെ കുറെ കൂടി വ്യത്യസ്തമായ കാര്യങ്ങളാണ്. കാരണം ആദ്യ ദിവസം തന്നെ ഈ എമ്പുരാനുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങൾ ഓൺലൈനിൽ പരക്കുന്നു എന്നുള്ള വാർത്ത വന്നിരുന്നു. ഇതോടൊപ്പം തന്നെ പോലീസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. അതായത് ഈ വിഷയത്തിൽ എമ്പുരാന്റെ പല ദൃശ്യങ്ങളും ഓൺലൈനിൽ പോലീസ് കണ്ടെത്തുകയും അത് റിമൂവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല യഥാർത്ഥ പ്രശ്നം വരുന്നത്. ഓക്കെ, സിനിമയുടെ ആണെങ്കിൽ പൈറസി, അതായത് ഇതിന്റെ ഒരു വീഡിയോ തന്നെ ആണെങ്കിൽ ഷൂട്ട് ചെയ്ത് ടെലഗ്രാം ഗ്രൂപ്പുകളിലൊക്കെ ഇങ്ങനെ പടരുന്നുണ്ട് ഈ ഒരു സിനിമയുടെ. ദയവ് ചെയ്ത് നിങ്ങൾ ആരും ഈ പടർത്തിയമാര് സിനിമയെ ഇല്ലാണ്ടാക്കാനെ കൊണ്ട് പല രീതിയിൽ ശ്രമിക്കും. ഒരാളും ദയവ് ചെയ്തിട്ട് നിങ്ങളത് ചെയ്യാൻ കാര്യം ഇത് നമ്മുടെ മലയാളത്തിന്റെ സിനിമയാണ്, മലയാളത്തിന്റെ എമ്പുരാനാണ്. ആൾക്കാർ രാഷ്ട്രീയം അത് ഇത് മാങ്ങാ തേങ്ങ ചക്ക എന്നൊക്കെ പറയും. ഇതൊന്നുമല്ല, ഈ ഒരു പ്രോഡക്റ്റ് ആണ്, ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ്, ഇന്റർനാഷണൽ ലെവലിൽ എടുത്തു വെച്ചേക്കുന്ന ഒരു സാധനമാണ്. അതിനെ ആ രീതിയിൽ തന്നെ നമ്മൾ ആസ്വദിക്കണം. ഇതിനെ തകർക്കാൻ പല രീതിയിലും പല ആൾക്കാരും ശ്രമിക്കും. പക്ഷേ ഇത് നമ്മൾ മലയാളികൾക്കാണ് ഇതൊരു അപമാനം. കാരണം നമ്മുടെ ഇൻഡസ്ട്രിയുടെ തന്നെ ഏറ്റവും വലിയൊരു അഭിമാനമായിട്ടുള്ള സാധനമാണ് ഈ ഒരു എമ്പുരാൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു ക്രാഫ്റ്റ്. മറ്റൊരു സ്ഥലത്താണ്, അതായത് ഏറ്റവും പ്രധാനമായും ഒരു ഹേറ്റ് ക്യാമ്പയിൻ സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ പടർന്നു വന്നിരിക്കുകയാണ്. ആദ്യ ഷോ കഴിഞ്ഞ നിമിഷം മുതൽ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിലുള്ള പോസ്റ്റുകളും മറ്റുമൊക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എമ്പുരാനിൽ ഒരു ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് പരാമർശമുണ്ട്, അല്ലെങ്കിൽ ഗുജറാത്ത് കലാപത്തിന്റെ റെഫറൻസ് ഉണ്ട് എന്ന് ഒന്നാമത്തെ ഷോ കഴിഞ്ഞപ്പോൾ മുതൽ സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ വരുന്നു. ആ പ്രശ്നങ്ങൾ പിന്നീട് വലിയൊരു ഹേറ്റ് ക്യാമ്പയിനായി മാറുന്നതാണ് കാണുന്നത്. പലരും ഈ കള്ളമാണ് ഈ സിനിമ അടച്ചുവിടുന്നത്. മോഹൻലാലിനും അതോടൊപ്പം തന്നെ പൃഥ്വിരാജിനും മുരളി ഗോപിക്കുമെതിരെ കൃത്യമായ പരാമർശങ്ങൾ അടക്കമാണ് ഇവർ ഈ ഹേറ്റ് ക്യാമ്പയിൻ നടത്തുന്നത്. അടുത്തൊരു കാര്യം പ്രധാനമായി പറയാനുള്ളത്, ഞങ്ങൾ ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് സ്ക്രീൻഷോട്ടുകൾ അടക്കം പ്രചരിപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ നമുക്കറിയാം എമ്പുരാന് ടിക്കറ്റ് കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുള്ളവരാണ് പല ആളുകളും. പലർക്കും നാളെ മറ്റന്നാൾ പോലും ടിക്കറ്റ് കിട്ടാത്ത ഒരു അവസ്ഥയുണ്ട്. അത്തരത്തിലുള്ള അവസ്ഥ നിലനിൽക്കുമ്പോൾ ഇനി അവർ പറയുന്നത് പല സ്ഥലത്തും ടിക്കറ്റ് ഫ്രീ ആണ്, പലരും ക്യാൻസൽ ചെയ്യുന്നതാണ്. എന്നാൽ പല ഷോകളും പല തിയേറ്ററുകളും ഷോകൾ പുതിയതായി ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സീറ്റ് ഇഷ്ടംപോലെ ഉണ്ട്. ഈ സീറ്റിന്റെ സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രചരണം നടത്തുന്നത്. പക്ഷേ ഇത് രാഷ്ട്രീയമായ ക്യാമ്പ് അല്ലെങ്കിൽ ഒരു വഴക്കായി മാറുന്നു നമ്മൾ കാണുന്നത്. കാരണം ഇത്തരത്തിൽ ഇതൊരു ധൈര്യപൂർവ്വമുള്ള തീരുമാനമാണെന്ന് പറഞ്ഞ് ബിനീഷ് കോടിയേരി അടക്കമുള്ളവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു, VP ബൽറാം അടക്കമുള്ളവർ രംഗത്ത് വരുന്നു. പക്ഷേ ഇതിനപ്പുറത്തേക്ക് മറുസൈഡിൽ അതായത് BJP നേതാക്കളായ ലസിത പാലിക്കലൊപ്പം ഹിന്ദു ഐക്യവേദി അല്ലെങ്കിൽ ഹിന്ദുത്വയുടെ ഒരു സംസ്ഥാനത്ത് തന്നെ വക്താവായ പ്രതീഷ് വിശ്വനാഥ് തുടങ്ങിയവരൊക്കെ ഇത്തരത്തിൽ ഈ സിനിമയ്ക്കെതിരെ പൃഥ്വിരാജിനെതിരെ വലിയ ക്യാമ്പയിൻ നടത്തുന്നു. ഒപ്പം പൃഥ്വിരാജിനെ എല്ലാവരും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇടുന്നു. ആ പോസ്റ്റിനെതിരെ പോസ്റ്റിന് താഴെ പോലും വലിയ കമന്റുകളുടെ ഒരു കൂമ്പാരം തന്നെയാണ് വരുന്നത്. അത്തരത്തിൽ വലിയൊരു ഹേറ്റ് ക്യാമ്പയിൻ നടക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഇതിനെതിരെ ഇനി അണിയറ പ്രവർത്തകർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എന്തായിരിക്കും ഇതിനെതിരെ ഒരു പ്രതികരണം എന്ന കാര്യം ഇനി നമ്മളെല്ലാവരും തന്നെ കാത്തിരിക്കുകയാണ്. എന്റെ പൊന്നെ, ഒരു സിനിമ ഇറങ്ങി കഴിയുമ്പോൾ അതിനൊരു നെഗറ്റീവും വരാം പോസിറ്റീവും വരാം. പക്ഷേ ഇത് രണ്ടും അല്ലാതെ മറ്റൊരു വിവാദത്തിലോട്ട് കൊണ്ടെത്തിച്ചേക്കാണ് ഇവിടുത്തെ സംഘപരിവാർ അല്ലെങ്കിൽ BJP-യിലെ കുറെ ആൾക്കാരൊക്കെ. ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്ത് പറഞ്ഞതുപോലെ തന്നെ ഇതാണ് പറഞ്ഞത്, ഈ മതത്തെയും രാഷ്ട്രീയത്തെയും ഇടകലർത്തിക്കൊണ്ട് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചില ആളുകൾ കാണിക്കുന്ന ഗിമിക്കുകൾ ഇവിടുത്തെ കുറെ മണ്ടന്മാരായിട്ടുള്ള ആൾക്കാർ അത് വെള്ളം തൊടാതെ ഇങ്ങനെ വിഴുങ്ങിയിരിക്കുകയാണ്. ഇപ്പോഴും ആ ഗുജറാത്തിന്റെ കലാപത്തിൽ എന്താണ് സംഭവിച്ചതെങ്കിലും അല്ലെങ്കിൽ അതിനുശേഷം പിന്നെ എന്തൊക്കെയാണ് ഈ BJP-യിലെ ആൾക്കാർ കാണിച്ചു കൂട്ടിയെന്ന് ഇവിടെ ഒരാൾക്കും ഇവിടുത്തെ പല BJP-ക്കാർക്കും അറിയത്തില്ല. എന്നിട്ടാണ് വന്ന് പറയുന്നത്. ഓക്കെ, അതായത് അവരേതൊക്കെയോ മുസ്ലിം നാമധാരികൾ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള എല്ലാ മുസ്ലിങ്ങളുടെ അടുത്തും ഇങ്ങനെ ചെയ്യുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമാണോ? നിങ്ങളതിനൊന്ന് ആലോചിക്കുക. ഓക്കെ, എന്തിനാണെങ്കിലും ഈ ഒരു BJP-യുടെ അത്യാവശ്യം ബുദ്ധിയും വിവരമുള്ള മനുഷ്യനായിട്ട് കാണാൻ പറ്റുന്ന ഒരു വ്യക്തി വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വെക്കാം. BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതിനെ പിന്തുണച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് രംഗത്തെത്തി P രഘുനാഥിന്റെ നിലപാട് തള്ളുകയാണ്. സംഘപരിവാറിനെതിരായിട്ട് എത്രയോ സിനിമകൾ നാട്ടിൽ ഇറങ്ങിയിട്ട് സിനിമയെ ആശ്രയിച്ചാണോ ഈ രാജ്യത്ത് സംഘപരിവാർ പ്രവർത്തിക്കുന്നത്? ഞങ്ങൾക്കെതിരായിട്ട് എത്ര സിനിമ വന്നിട്ടുണ്ട്? ഞങ്ങൾ എന്തായി പോയി? സിനിമയായിട്ട് കണ്ടാൽ മതി. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയും ബോധവും ഒക്കെ നമ്മുടെ കേരളത്തിലെ എല്ലാവർക്കും ഉണ്ട് എന്ന് മാത്രമേ ഞാൻ പറയുന്നു. ഇഷ്ടമുള്ളവർക്ക് കാണാതിരിക്കാം. അതാണ് ഈ ബാക്കിയുള്ള ഈ പറയുന്ന സംഘപരിവാർ ആൾക്കാരാണെങ്കിലും BJP-യിലുള്ള ആൾക്കാരാണെങ്കിലും ഇദ്ദേഹം പറയുന്ന ഒന്ന് കേൾക്കൂ. കുറച്ച് വിവരം ബോധമുള്ള ആൾക്കാർ പറയുന്നൊന്ന് കേൾക്കൂ. അതിനെ ആ ഒരു സെൻസിൽ എടുക്കാൻ പറ്റണം. കേരള സ്റ്റോറി വന്നപ്പോഴത്തേക്കിന് അതിന് വേണ്ടിയിട്ട് കൈയടിച്ച കുറെ ടീംസ് ഇവിടെ ഉണ്ട്. അതിനെതിരെ സംസാരിക്കാത്ത ആൾക്കാർ വന്ന് ഇന്നിപ്പോൾ എമ്പുരാനെതിരെ സംസാരിക്കുമ്പോൾ കാണുമ്പോൾ ഭയങ്കര കോമഡി ആയിട്ടുള്ളൊരു കാര്യമാണ്. കേരള സാർ 100% ലിറ്ററസി സാർ
എന്ന് പറഞ്ഞ ആൾക്കാർ നമ്മളെ കളിയാക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടെ കുറെ മണ്ടന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട്. പിന്നെ ഇനി മറ്റൊരു വിഷസർപ്പത്തിന്റെ ഒരു വീഡിയോ ഞാൻ ഇങ്ങോട്ട് വെക്കാം. ആ ഒരു വ്യക്തി, അതായത് നമ്മുടെ TG മോഹൻദാസ്, നമ്മുടെ അന്ന് വയനാട് ദുരന്തം നടന്ന ടൈമിലാണെങ്കിൽ ഇയാൾ അന്ന് ഈ പറഞ്ഞ വർഗീയത ഉണ്ടാക്കിക്കൊണ്ട് വിഷം തുപ്പിയൊരു സംഭവത്തെ പറ്റിയിട്ട് നമ്മളാണെങ്കിൽ അന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അന്ന് കുറച്ച് ആൾക്കാരിലോട്ട് ആ ഒരു വീഡിയോ എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് അതേ വിഷസർപ്പം തന്നെയാണെങ്കിൽ ഇവിടെ വന്ന് വീണ്ടും ഒരു വിഷം തുപ്പുന്നുണ്ട്. ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തെ പറ്റിയിട്ട് അത് ഞാൻ ഇങ്ങോട്ട് വെക്കാം. സിനിമയെ സിനിമയായിട്ട് കണ്ടാ പോരെ. ആ ഒരു BJP നേതാവിൻ്റെ ഡയലോഗാണ്. സിനിമയെ സിനിമയായിട്ട് കണ്ടാൽ പോരെ. വേണം സാർ, സിനിമയെ സിനിമയായിട്ട് കാണണം. ഞങ്ങളെ പോലുള്ള പൊട്ടന്മാർ സിനിമ കഥകളിയാണെന്ന് വിചാരിച്ചിട്ടാണ് സാർ കണ്ടത്. അബദ്ധമായി പോയി. അല്ലാതെ എന്ത് പറയാനാണ്. സിനിമയെ സിനിമയായിട്ട് കാണണം, ശരിയാ. സിനിമയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിട്ട് ഒരാൾ വേഷമിടുന്നു. അത് സിനിമയിലെ വേഷമല്ലേ? എന്നിട്ട് അയാൾ വേണ്ടാത്ത കൃത്യങ്ങൾ ചെയ്യുന്നു, ആ സ്ത്രീകളെ ഉപദ്രവിക്കുന്നു, റെയിൽവേ സ്റ്റേഷനിൽ പോക്കറ്റ് അടിക്കുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. അത് സിനിമയിലല്ലേ? സിനിമയെ സിനിമയായിട്ട് കാണണം. നരേന്ദ്രമോദി എന്ന് പറഞ്ഞ് പേരിട്ടുകൊണ്ടോ അല്ലെങ്കിൽ അതുപോലെ താഴെ വെച്ചുകൊണ്ടോ ആൾ പ്രധാനമന്ത്രിയാകുമോ? ഇല്ലല്ലോ, സിനിമയിലല്ലേ. അമിത്ഷായെ പറ്റി എന്തോ അപവാദം ഈ സിനിമയിലുണ്ട് പോലും. വിളിക്ക് ആഭ്യന്തരമന്ത്രി എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ട് പോലും. അതുകൊണ്ട് എന്താ, സിനിമയിലല്ലേ. സിനിമയിലെ അമിത്ഷാ വേറെ, ഇവിടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ വേറെ. അങ്ങനെ വേണം അത് കാണാൻ. ഇതിങ്ങനെ ഒരു കോമഡി പീസാണ്. ഇയാൾ പറയുന്ന കുറെ കാര്യങ്ങളുള്ള കാര്യം കുറച്ച് മുന്നോട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും. ഒരു കുറച്ച് ക്ലിപ്പോടെ ഞാൻ ഇങ്ങോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇയാളെ പറ്റി ഇങ്ങനെ സംസാരിക്കുമ്പോൾ കുറെ ആൾക്കാർക്ക് ഇപ്പോൾ കുരുപൊട്ടും. നീ ആരാടാ TG മോഹൻദാസിനെ പറയണം, നീ ഒരു കൊച്ചു പയ്യൻ, നരിന്ത് പയ്യൻ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നിങ്ങളിപ്പോൾ പറയാൻ പോകുന്നത്. ഒരു വിഷയമില്ല, ഞാനൊരു ഇന്ത്യൻ പൗരനാണ്, എനിക്കിവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, ഞാൻ അതിവിടെ സംസാരിക്കാൻ തന്നെ ചെയ്യും. ഏത് TG മോഹൻദാസ് ആണെങ്കിലും ഏത് കൊലകൊമ്പത്തെ അപ്പനാണെങ്കിൽ പോലും ശരി, ഞാൻ പറയാനുള്ള കാര്യം ഞാൻ പറയുക തന്നെ ചെയ്യും. ആർക്കും കുരു പൊട്ടിയിട്ട് ഒരു കാര്യമില്ല. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, എൻ്റെ നല്ലവരായിട്ടുള്ള അത്യാവശ്യം മനുഷ്യരായിട്ട് കാണാൻ പറ്റുന്ന നല്ലവരായിട്ടുള്ള BJP RSSലെ സുഹൃത്തുക്കളുണ്ട്. അവരുടെ അടുത്തല്ല ഞാനിത് പറയുന്നത്, മണ്ടന്മാരായിട്ടുള്ള ആൾക്കാരുടെ അടുത്താണ്. ഓക്കെ, ഇനി ഒരു സിനിമയിലോട്ട് വരുന്ന സമയത്തേക്കിന് ഇതിനകത്ത് മെയിനായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഗുജറാത്തിലെ ആ ഒരു കലാപം. ഓക്കെ, ഇനി ആ ഒരു സിനിമയുടെ സ്പോയിലർ ഇത്രയും ഇവരുടെ രാഷ്ട്രീയത്തെ പറ്റിയിട്ട് പറഞ്ഞുകൊണ്ട് ഇവർ ആ സിനിമ മൊത്തത്തിൽ ആരും കാണാൻ പറ്റാത്ത രീതിയിൽ അവിടെ ഇവിടെ വിവാദമായിട്ട് പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ്. ഓക്കെ, എന്ന് തന്നെയാണെങ്കിലും നമ്മൾ അത്രയും എലമെന്റ്സിലോട്ട് അധികമായിട്ട് നമ്മൾ കടന്നു കയറുന്നില്ല. പറയേണ്ടുന്ന കാര്യങ്ങൾ മാത്രം ജസ്റ്റ് നമുക്ക് ഇതിനകത്ത് എന്തായാലും ഇനി അങ്ങോട്ട് പറഞ്ഞു പോവാം. ഓക്കെ, ഈ ഒരു സിനിമയ്ക്കകത്ത് ആദ്യമേ ഒരു ഗുജറാത്ത് കലാപത്തിന്റെ കാര്യം പറയുകയും പിന്നീട് നൊറാഡ പാർട്ടിയെ കൂട്ടക്കൊലയും അല്ലെങ്കിൽ ഗുൽബർഗ സൊസൈറ്റി കൂട്ടക്കൊലയും ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ റെഫർ ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഈ ഒരു സിനിമയ്ക്കകത്ത് എന്തൊക്കെയാണ് ശരിക്കും ഇവർ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഇതിന്റെ ഡീറ്റെയിലിങ്ങിലോട്ട് അറിയാനെ കൊണ്ട് നമ്മൾ കുറെ വീണ്ടും പടം കാണേണ്ടതായിട്ട് വരും. ഞാൻ അതാണ് കഴിഞ്ഞ വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞത്. അതായത് ഈ സിനിമയുടെ ഒരു എന്താ പറയാ, ഒരു സീരീസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്യാരക്ടേഴ്സിന്റെ ഡെപ്തിലോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഈ പറയുന്ന സംഭവങ്ങളുടെ ഡെപ്തിലോട്ട് ഇറങ്ങാൻ പറ്റും. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അപ്പൊ ഞാൻ എന്റെ ഒരു എക്സൈറ്റ്മെന്റ് പ്രകടിപ്പിച്ചിട്ടുള്ളതാണ്. ഇനി ഈ ഒരു നൊറാഡ പാർട്ടിയെ കൂട്ടക്കൊലയിലാണെങ്കിൽ 97 മുസ്ലിംസ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിന് ചുക്കാൻ പിടിച്ചേക്കുന്ന 2 ആൾക്കാരായിരുന്നു, മായ മൊട്നാനിയും ബാബു ബജ്രംഗി. ഓക്കെ, ഇതിനകത്തിലെ ഒരു കോയിൻസിഡൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇത്രയും കുരുപൊട്ടുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബാബു ബജ്രംഗി എന്ന് പറയുന്ന ആളുടെ ഫോട്ടോ ഞാൻ ഇവിടെ സൈഡിലോട്ട് കൊടുക്കാം. അപ്പം ഇയാളെ ആണെങ്കിൽ അന്ന് ഈ ഒരു പ്രതി ചേർക്കപ്പെട്ട അല്ലെങ്കിൽ ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചിരിക്കുന്ന ഇയാളെ ആണെങ്കിൽ പിന്നീട് കോടതിയൊക്കെ ആണെങ്കിൽ വെറുതെ വിടുകയുണ്ടായി, തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടിട്ടുണ്ടായിരുന്നു. ഇതേ ബാബു ബജ്രംഗിന്റെ ആണെങ്കിൽ ഈ ഒരു സിനിമയ്ക്കകത്തിൽ അവർ വില്ലൻ കഥാപാത്രത്തെ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ട്. അത് ബാബു ബജ്രംഗി എന്നല്ല, ബാബ ബജ്രംഗി എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു പോയിട്ടുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ കുരുപൊട്ടിട്ടുണ്ട്. അപ്പൊ ഓക്കെ, ബാബു ബജ്രംഗി ഇവരൊക്കെ ആരുടെ ഇങ്ങനെയൊക്കെ പറയാനെ കൊണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ഇയാൾ തന്നെ അന്ന് ഈ ഒരു കൃത്യം ചെയ്തതായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുടെ സഹായത്തോടു കൂടി തന്നെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്ത് കൂട്ടിയെന്നുള്ള വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. ഞാനിവിടെ വെക്കുന്നില്ല, വെച്ച് കഴിഞ്ഞാൽ അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള സാധനം ചിലപ്പോൾ ചാനൽ വരെ അടിച്ചു പോകുന്നിരിക്കാം. അതുകൊണ്ട് നമ്മുടെ സെക്കൻഡ് ചാനൽ ഉണ്ടല്ലോ, CD മൂസ എന്ന് പറയുന്നത്, അതിനകത്തോട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അതിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം. കാണാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ താഴെ കമന്റ് ബോക്സിൽ എന്തെങ്കിലും അതിന്റെ ലിങ്ക് ഞാനൊന്ന് കൊടുത്തേക്കാം. ഈ വീഡിയോ ചെയ്തിട്ട് എപ്പോഴത്തേക്ക് ഞാൻ ചെയ്യുന്ന അറിയില്ല, ബട്ട് എന്തിനാണെങ്കിലും ഞാൻ ചെയ്തിട്ട് ഞാൻ എന്തായാലും ഒരു കമന്റ് ബോക്സിൽ നമ്മുടെ ആണെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ ഞാനത് പോസ്റ്റ് ചെയ്യാം. ആ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഇന്ത്യയിലെ യഥാർത്ഥ പൊളിറ്റിക്സ്, അല്ലെങ്കിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി എന്താണെന്നുള്ളതിന്റെ ഒരു രൂപം നിങ്ങൾക്ക് അവിടെ കിട്ടും. ധ്രുവരാത്തിയുടെ വീഡിയോസിലൂടെ കണ്ടത് മാത്രമല്ല, ഒരു എക്സ്ട്രീം പേജിലുള്ള ഒരു സാധനം. ഓക്കെ, അന്ന് എപ്പോഴും നിങ്ങൾ ആലോചിക്കുക, ആ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഈ ഒരു എമ്പുരാൻ കാണാൻ പോവാണെങ്കിൽ ആ സിനിമയ്ക്കകത്ത് ഈ പറഞ്ഞേക്കുന്ന സാധനത്തിന്റെ ഒരു പകുതി പോലും കാണിച്ചിട്ടില്ല ആ സിനിമയ്ക്കകത്ത്. ഓക്കെ, ആൻഡ് ഈ സിനിമയ്ക്കകത്ത് കാണിച്ചു പോയേക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ടുള്ള സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, കാണിച്ചു പോയിരിക്കുന്ന ചില ഒരാളെ കൊല്ലുന്ന ഒരു കാര്യമൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ സത്യമായിട്ടുള്ള കാര്യം. കുറെ ആൾക്കാരെ പറഞ്ഞു ഇങ്ങനൊന്നും നമ്മളാരും ചെയ്തിട്ടില്ല, അങ്ങനെയൊന്നും അവരൊന്നും ചെയ്തിട്ടില്ല എന്ന് കുറെ ആൾക്കാർ പറയുന്നുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് കുറെ സംഭവങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സ്പോയിലർ ആയി പോകും. അതുകൊണ്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളിലോട്ടൊന്നും ഞാൻ പോവാത്തത്. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ശശികല ടീച്ചർ ഇട്ടേക്കുന്ന ഫേസ്ബുക്കിൽ ഇട്ടേക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ട്, ഞാനത് ഇങ്ങോട്ട് വായിക്കാം. ശശികല ടീച്ചർ എന്ന് ഇവർക്ക് അവസാനം ഒരു പേരുണ്ട്. ഓക്കെ, അങ്ങനെ ഉള്ള ഒരാൾ ഇട്ടേക്കുന്ന ഒരു പോസ്റ്റാണ് ഇത്. ഇതിലും വലിയ വെള്ളിയാഴ്ചയും വെള്ളിയിരുന്നാളും ഒന്നിച്ച് വന്നിട്ടുണ്ട്. ഗോത്ര എന്താണെന്ന് ഗുജറാത്തുകാർക്ക് നന്നായി അറിയാം. ഓക്കെ, അപ്പൊ ഗുജറാത്തുകാർക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ നിങ്ങൾക്കപ്പോൾ അതിനെപ്പറ്റി അറിയത്തില്ല. ഹിന്ദുത്വം എന്താണെന്ന് അവർക്കും അറിയാം. അപ്പൊ നിങ്ങൾക്ക് അറിയത്തില്ല ഹിന്ദുത്വം എന്താണെന്നുള്ളത്. ഏത് ഭാര്യൻ കുന്നൻ ചട്ടിയാലും ചട്ടിയോളം അത്ര തന്നെ. സുഡാപ്പികൾ എന്തായാലും BJPക്ക് വോട്ട് ചെയ്യില്ല. ചെയ്യുന്നവരെയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരെയും മാറ്റിക്കാൻ ഭാര്യൻ കുന്നനല്ല, ഓന്റെ ബാപ്പ വിചാരിച്ചാൽ നടക്കൂല. ഉഷപൂജയും ഉച്ചപൂജയും ഒക്കെ
മുറയ്ക്ക് നടക്കട്ടെ. ഈ ബാപ്പ വിചാരിച്ചാലും നടക്കൂല എന്ന് പറയുന്നത് നമ്മുടെ പൃഥ്വിരാജിന്റെ അപ്പനെ വിളിക്കുന്നത്, അതായത് ആ ഒരു സുകുമാരൻ സാറിന്റെ അടുത്ത് സുകുമാരൻ സാറിനെ വിളിക്കുന്ന ഒരു പരിപാടിയാണ് ചെയ്തേക്കുന്നത്. ഒരു ടീച്ചറാണ്. പിന്നെ ഉഷപൂജ ഉച്ചപൂജയൊക്കെ മുറക്ക് നടക്കട്ടെ. ലാലേട്ടൻ മമ്മൂക്കൊക്കെയാണെങ്കിൽ ആ ഒരു പൂജ വഴിപാട് കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ, അതിനകത്ത് ഈ പറയുന്ന വർഗീയത കൊണ്ടിട്ടേക്കുന്ന ഒരു വിഷം നിങ്ങളൊന്ന് ആലോചിക്കുക. ഒരു ടീച്ചറാണ് ഇവര്. ഓക്കെ, പരസ്യമായിട്ട് അപ്പനെ വിളിക്കുന്ന ഒരു പരിപാടിയാണ്. ആൻഡ് ഇവിടെ നിങ്ങൾ ആലോചിക്കുക, ഈ സിനിമയ്ക്കകത്ത് BJP-നെ മാത്രമല്ല, നമ്മുടെ ആണെങ്കിൽ ലൂസിഫറിനകത്താണെങ്കിൽ 3 രാഷ്ട്രീയ പാർട്ടികളെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോയെങ്കിൽ ഇവിടെ ആണെങ്കിൽ ബാക്കി രണ്ടെണ്ണത്തിനും കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന IUF എന്ന് പറഞ്ഞ് UDF-നാണെങ്കിലും കമ്മ്യൂണിസ്റ്റിനാണെങ്കിലും കൊടുത്തിട്ടുണ്ട്. ഇതിനകത്താണെങ്കിൽ കുറച്ചുകൂടെ അധികമായിട്ട് ഈ ഒരു സയ്യിദ് മസൂദ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിലോട്ട് എത്തിക്കുക, അല്ലെങ്കിൽ ആ ഒരു അയാൾ എങ്ങനെയാണ് ബിൽഡ് ചെയ്ത് വന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന സംഭവമാണ്. അതിനകത്ത് ഇങ്ങനൊരു റെഫറൻസ് വെച്ചത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത് ശരിക്കും ഇവർക്ക് പൊളിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ എന്താ പരസ്യമായിട്ട് ഇതുപോലെ അപ്പനൊക്കെ വിളിച്ചില്ല. ഞാനാണെങ്കിൽ തിയേറ്ററിൽ നിന്ന് പടം കണ്ടിട്ട് ഇറങ്ങി വരുന്ന മല്ലിക സുകുമാരന്റെ ഒരു വീഡിയോ കൂടെ ഞാൻ ഇങ്ങോട്ട് വെക്കാം. സ്വപ്നമായിരുന്നു സുകുമാരന്റെ ഡയറക്ഷൻ എന്നുള്ള രീതിയിൽ. അത് സത്യം അല്ല, അച്ഛൻ കാണുന്നുണ്ട് ഇതെല്ലാം. അച്ഛന്റെ വലിയ സ്വപ്നമാണത്, അവരിലൂടെയാണ് ഇവിടെ ഭൂമിയിൽ എത്തിച്ചതെന്ന് മാത്രം. അതൊക്കെ ഞങ്ങൾ എങ്ങനെ ജീവിച്ചു എന്നുള്ളത് അമ്മയ്ക്കും മക്കൾക്കും അച്ഛനും അറിയാമല്ലോ. അപ്പൊ പിന്നെ അതിനെ പറ്റി കൂടുതലൊന്നും പറയേണ്ട കാര്യം. അതാണ് ആ ഒരു വ്യക്തിനെ പറ്റിയിട്ട് പറയുന്ന ഒരു സാധനം. ഇത് ഞാൻ ഇങ്ങോട്ട് വെച്ചത് ആ ഒരു വ്യക്തിക്ക് ആൾക്കാർക്കിടയിലുള്ള ഒരു സ്വീകാര്യത, അല്ലെങ്കിൽ ഇവരെങ്ങനെയാണ് ആ ഒരു വ്യക്തിനെ കാണുന്നതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട് വെച്ചതേ ഉള്ളത്. ആ ഒരു സിനിമയ്ക്കകത്ത് തന്നെ ആണെങ്കിൽ അച്ഛന്റെ പേര് അല്ലെങ്കിൽ സുകുമാരൻ എന്ന് പറഞ്ഞുകൊണ്ട് വെച്ചിട്ട് ഒരു ഫോട്ടോ ടൈറ്റിലൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം അത് കാണുമ്പോൾ തിയേറ്ററിൽ നമുക്ക് ഓക്കെ, അപ്പോൾ ആ ഒരു വ്യക്തിയുടെ അടുത്ത് ഇപ്പോഴും പ്രസന്റ് നമ്മളെ ജീവനോട് ഇല്ലെങ്കിൽ പോലും നമുക്ക് ഓ വാവ് എന്നൊക്കെ നമുക്ക് ഇങ്ങനെ തോന്നിപ്പോ. കാര്യം ആ ഒരു അച്ഛന്റെ അടുത്ത് മകൻ കാണിക്കുന്ന ഒരു സ്നേഹം കാര്യങ്ങളൊക്കെയാണ്. അതിന് വരെയാണെങ്കിൽ എൻ്റെ ബാപ്പ വിചാരിച്ചാൽ നടക്കൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ടീച്ചറാണ് പരസ്യമായിട്ട് വിളിക്കുകയാണ്. ഓക്കെ, ഇവരെ എങ്ങനെയാണ് ഒരു ടീച്ചർ എന്ന് വിളിക്കാൻ പറ്റുന്നത്? എന്നെ പഠിപ്പിച്ച ടീച്ചർമാരും ഇതുപോലെ പരസ്യമായിട്ട് ഒരാളുടെ തന്തയ്ക്ക് വിളിക്കുന്ന അങ്ങനത്തെ ടീംസോ കാര്യമൊന്നുമല്ല. നിങ്ങൾ ഈ സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചർ ആയതാണോ അങ്ങനെ ലേബിൾ ചേർത്തേക്കുന്നതാണോ എന്നുള്ളത് എനിക്കറിയത്തില്ല. അങ്ങനെ ആണെങ്കിൽ തന്നെ നിങ്ങൾ സ്കൂളിൽ പോയിട്ട് പിള്ളേർക്ക് ഇതൊക്കെയാണോ പഠിപ്പിച്ച് കൊടുത്തോണ്ടിരുന്നത്? നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു ടീച്ചർ എന്നുള്ള പേര് വന്നിട്ടില്ല? അതിനൊരു നമുക്കൊരു റെസ്പെക്ട് ഉണ്ട്. ആ ഒരു വാക്കിന് തന്നെ, ടീച്ചർ എന്ന് പറയുന്ന അധ്യാപിക എന്ന് പറയുന്ന ഒരു സാധനത്തിന് ഒരു റെസ്പെക്ട് ഉണ്ട്, ഒരു ബഹുമാനമുണ്ട് ഒരു വാക്കിന് തന്നെ. അതുപോലെ നിങ്ങൾ അർഹിക്കുന്നില്ല. ഇനി ആ ഒരു പേരെടുത്ത് അവിടെ നിന്ന് മാറ്റുക. ഇതാണോ ഒരു ടീച്ചറിന് ചേർന്ന ഒരു പരിപാടിയാണോ ഇത്? നിങ്ങൾക്ക് പ്രതിഷേധമോ കാര്യമോ എന്ത് നിങ്ങൾക്ക് അറിയിക്കാം. അത് ഇങ്ങനെയാണ് ഒരാളുടെ തന്തയ്ക്ക് വിളിച്ച് ഒരു സിനിമ താൻ ആവിഷ്കരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ, നോർത്തിലുള്ള ആൾക്കാർക്ക് അറിയാം, നോർത്തിലുള്ള ആൾക്കാർക്ക് ഹിന്ദുത്വം എന്താണെന്ന് അറിയാം. അപ്പൊ നിങ്ങൾക്ക് അറിയത്തില്ലേ? അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള ബോധം വിവരം വെള്ളിയാഴ്ച ഇല്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ടീച്ചറാണ്, ഒരു ടീച്ചർ എന്ന് പറയുന്ന കാര്യമാണ് ഇങ്ങനെ. അത് കഴിഞ്ഞ് അടുത്തൊരു പോസ്റ്റർ ഇട്ടിട്ടുണ്ട്, സെൻസർ ബോർഡിന് സിനിമ ഒന്ന് കാണാമായിരുന്നു, സിനിമയിൽ രാഷ്ട്രീയമാകാം, പക്ഷെ അനുവാദം കൊടുക്കുന്നവരുടെ തലയിൽ കാഷ്ടിക്കുമ്പോൾ ഒരു ജെട്ടിയെങ്കിലും ഇട്ട് കൊടുക്കാം, അഭിപ്രായം തികച്ചും വ്യക്തിപരം. ഒരു ടീച്ചർ ഇടുന്ന വാക്കുകളാണ് ഇതൊക്കെ. അപ്പോഴും നിങ്ങൾ ആലോചിക്കുക, ഈ കേരള സ്റ്റോറി ഇറങ്ങിയ ടൈമിൽ നിങ്ങളൊക്കെ എവിടെ പോയേക്കുമായിരുന്നു? അന്ന് ഇതിനൊക്കെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചപ്പോഴത്തേക്കാണ് നിങ്ങൾ ആലോചിക്കണമായിരുന്നു തിരിച്ച് ഇങ്ങോട്ട് ഒരു കുട്ടി വരുമെന്നുള്ളത്. ഓക്കെ, അപ്പം ഈ ഒരു പടം വന്നപ്പോൾ അതിനെതിരെ പ്രതികരിക്കുന്നു. അന്ന് അതിന് പ്രതികരിച്ചിട്ടില്ല. എന്തായാലും കൊള്ളാടി, അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് വീഡിയോക്കകത്ത് അവസാന ഭാഗങ്ങളോട്ടാണെങ്കിൽ ഒരു റിവ്യൂവിനെ പറ്റിയിട്ടൊക്കെയാണ് ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞു പോകുന്നത്. അതായത് ഈ സിനിമയ്ക്ക് എന്തായാലും മിക്സ്ഡ് അഭിപ്രായങ്ങളായിരിക്കും വരുന്നത്. ഇതിനകത്ത് നെഗറ്റീവ് റിവ്യൂ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പല സ്ഥലത്തുനിന്നും വരും. അത് അവരുടെയൊക്കെ അഭിപ്രായങ്ങളാണ്. നെഗറ്റീവ് റിവ്യൂ ഇടുന്നു എന്ന് പറയുന്നുണ്ട്. അതൊരിക്കലും പെയ്ഡ് ആയിട്ടുള്ള ഒരു റിവ്യൂ അല്ല. പക്ഷേ ഇതിൽ ഒറ്റ ഒരാൾ ഇട്ടേക്കുന്ന ഒരു റിവ്യൂ പെയ്ഡ് ആണ് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സിനിമ ഇറങ്ങുന്നത് പോസിറ്റീവായിട്ടാണെങ്കിലും നെഗറ്റീവായിട്ടാണെങ്കിലും ഇയാൾ ഇടാൻ പോകുന്ന റിവ്യൂ നെഗറ്റീവ് തന്നെ ആയിരിക്കും എന്നുള്ളൊരു സാധനം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പം അത് ആരാണെന്നൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. എന്താ തന്നെയാണെങ്കിൽ നമ്മൾ അശ്വന്ത് ഗോക്കിന്റെ ഒരു റിവ്യൂവിന്റെ ഒരു ഭാഗം ഞാൻ ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ ചൈനീസ് റെസ്റ്റോറൻറ്റിലെ മറ്റേ ഇതുണ്ടാക്കുന്നില്ല, ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന ആളെ കാണിക്കേണ്ട അവസാനം. ഓക്കെ, ഇത് ഈ പറഞ്ഞേക്കുന്ന ഈ ഒരു ചൈനീസ് റെസ്റ്റോറന്റിന്റെ ഒരു സാധനമൊക്കെ പറയുന്നുണ്ടല്ലോ, ഇത് പടം കണ്ടേക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും എന്താണ് ഉദ്ദേശിച്ചതെന്നും ആരാണ് ഉദ്ദേശിച്ചതെന്നൊക്കെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുമല്ലോ. ഓക്കെ, അപ്പം ഈ ഒരു സാധനം പറഞ്ഞത് ഒരു റിവ്യൂവർ എന്ന നിലയിൽ ബാക്കി പുള്ളി പറയുന്ന കാര്യങ്ങളൊക്കെ ദാറ്റ്സ് കൺവിൻസിങ്. ഓക്കെ, ഇപ്പൊ ആന്റണി പെരുമ്പാവൂരിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പൊ അതൊക്കെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ. പക്ഷേ ഈ ഒരു സാധനം മാത്രം എന്തിന് ഇയാൾ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കേണ്ടത്. ഓക്കെ, ഇത് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സാധനമാണ് ഇതെന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു സിനിമയ്ക്കകത്തിലെ ഒരു റിവ്യൂവർ എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഓക്കെ, എത്രത്തോളം ഇമ്പോർട്ടന്റ് ഉള്ള ഒരു കാര്യമാണെന്നുള്ള പടം കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ഇത് മനസ്സിലാവും. ചൈനീസ് റെസ്റ്റോറന്റ് ഈ ഒരു സാധനം പറയുന്നത്. ഇനിയിപ്പോൾ ഞാൻ ആ ഒരു ലാസ്റ്റ് വീഡിയോക്കകത്ത് പറഞ്ഞ പോലെ ആ ഒരു പെയ്ഡ് ആയിട്ടുള്ള റിവ്യൂ ഇട്ടത് ആരാണെന്നൊന്നും എനിക്ക് ഞാനങ്ങനെ പറയുന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. എന്തായാലും ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് അശ്വന്ത് ഗോക്കിന്റെ ഒരു സംഭവം ഇങ്ങോട്ട് വെച്ചതേ ഉള്ളൂ. കുറേ ആൾക്കാർ ഇങ്ങനെ നെഗറ്റീവ് സാധനങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. ഇനി കഴിഞ്ഞ ദിവസത്താണെങ്കിൽ ചാനൽ ചർച്ചയിൽ ഒരു വ്യക്തി എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ ഇങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാം. ചിത്രം ഒരു രാഷ്ട്രീയ ചിത്രമാണ്. എന്തുകൊണ്ട് രാഷ്ട്രീയ ചിത്രം നിർമ്മിച്ചുകൂടാ? വളരെ ധൈര്യസമേതം പൃഥ്വിരാജ് നേരത്തെ തന്നെ വ്യക്തമാക്കേണ്ടതാണ്. വളരെ നട്ടലോട് നേരത്തെ തന്നെ പറയേണ്ടിയിരുന്നു. ഞാൻ ഈ ഒരു ചിത്രം നിർമ്മിക്കുന്നത് എമ്പുരാനിലെ പേര് നൽകുന്നത് ഗുജറാത്തിൽ ഗോദ്രയിൽ നടക്കുന്ന സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് അദ്ദേഹത്തിന് പറയാമായിരുന്നല്ലോ. പക്ഷേ നിർഭാഗ്യവശാല് ആ തരത്തിൽ യാതൊരു പ്രചരണവും ഒരു പറച്ചിലും അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായില്ല.
അത് ശരിയാണ് കേട്ടോ, പുള്ളി പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം എമ്പുരാനല്ല, ഇപ്പം പൃഥ്വിരാജ് എടുത്ത് വെച്ചത് നരസിംഹം സിനിമയാണെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് വിചാരിക്കും. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയണേ. അപ്പം ഈ ഒരു പടത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഓരോ സ്ഥലത്ത് വരുമ്പോഴത്തേക്കിന് ഈ പടത്തിലാണെങ്കിൽ അവസാന ഭാഗങ്ങളിലോട്ട് ലാലേട്ടന്റെ അച്ഛൻ മരണപ്പെട്ടു പോകും. അതേപോലെ ഇതിനകത്ത് ഗസ്റ്റ് റോൾ ആയിട്ട് മമ്മൂട്ടി വരുന്നുണ്ട്. മമ്മൂട്ടിയുടെ കിടിലൻ ക്യാരക്ടറാണ്. നാസിക്കിലെ റിസർവ് ബാങ്ക് ഉണ്ടല്ലോ നോട്ടടിക്കുന്ന കമ്മട്ടം, അതെടുത്ത് തൂക്കിയാലും നന്ദഗോപാൽ മാരായിരിക്കുന്ന ത്രാസ് താന്ന് തന്നെ ഇരിക്കും. ആ ഒരു സാധനമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ വളരെ കൃത്യമായിട്ട് പറയണം. ഒരു ഫുൾ സ്റ്റോറി പറഞ്ഞു കൊടുക്കണമായിരുന്നു. അങ്ങനെയായിരുന്നു സത്യം പറഞ്ഞ പൃഥ്വിരാജ് ഇവിടെ ചെയ്യേണ്ടിരുന്നത് അല്ലേ? കൊള്ളാം. അദ്ദേഹം ചിത്രം നിർമ്മിച്ചു, അത് രാഷ്ട്രീയ ചിത്രമാണ്. രാഷ്ട്രീയ ചിത്രങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുള്ള പാരമ്പര്യമാണ് കേരളത്തിലുള്ളത്. നമ്മൾ നേരത്തെ ലാൽ സലാം ഇറങ്ങിയിട്ടുണ്ട്, സഖാവ് ഇറങ്ങിയിട്ടുണ്ട്, അറബിക്കഥകൾ ഇറങ്ങിയിട്ടുണ്ട്, രക്തസാക്ഷി സിന്ദാബാദ് ഇറങ്ങിയിട്ടുണ്ട്. ഈ ചിത്രങ്ങൾക്കെതിരായിട്ടൊന്നും ഒരു ഭാഗത്ത് ആക്ഷേപമൊന്നും ഉണ്ടായിട്ടില്ല. ഇതിന് ആക്ഷേപം പ്രധാനമായിട്ട് വരുന്നത് ഈ ചിത്രത്തിന് എമ്പുരാൻ എന്നുള്ള പേര് നൽകുകയും ആ ചിത്രത്തിന്റെ പ്രമേയത്തെ സംബന്ധിക്കുന്ന നേരത്തെയുള്ള ഒരു വിശകലനം സംബന്ധിച്ച് വന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ എന്നെ പരിപാടിയാണ് പൃഥ്വിരാജ് നിങ്ങൾ കാണിച്ചത്. കാര്യം എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ പേര് അങ്ങനെ അതായിരുന്നില്ല കൊടുക്കണം. അതായിരുന്നു ഇപ്പം അദ്ദേഹം പ്രശ്നമായിട്ട് പറഞ്ഞത്. അപ്പൊ ഇദ്ദേഹത്തിനടുത്ത് ചോദിക്കണ്ടേ ഇപ്പം അങ്ങനെ ഏത് പേര് നമ്മൾ ഇടണം എന്നുള്ളത്. പിന്നെ ബാക്കിയുള്ള പാർട്ടികളെ ഒന്നും ആക്ഷേപിക്കുന്നില്ല എന്നുള്ളത്. നിങ്ങൾ ഈ പടം കാണാത്തവരാണോ ഈ വന്നിരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് 3 പാർട്ടിക്കാരെ നല്ല രീതിയിൽ കൊള്ളിക്കുന്നുണ്ട്. ഓക്കെ, കുറച്ചധികമായിട്ട് കൊള്ളിച്ചേക്കുന്നത് നമ്മുടെ ഈ പറയുന്ന BJP പാർട്ടിനെ തന്നെയാണ്. ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ഇത് എന്ത് പേരാണ് ഇട്ടേക്കുന്നത് അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ ഒന്നും പറയുന്നില്ല. ആദ്യം പോയി പടം കാണും മര്യാദയ്ക്ക്. പ്രശ്നങ്ങൾ വളച്ചൊടിക്കല്ലേ പ്രധാനമായിട്ട് ചോദ്യം വരുന്നത്. ഈ ചിത്രം നിർമ്മിക്കുവാനുള്ള അധികാരം പൃഥ്വിരാജിനെ സംബന്ധിച്ചുണ്ട്. പക്ഷേ അയാൾക്കൊരു നട്ടല് വേണമായിരുന്നു. ഒരു സിനിമയിലെ കണ്ടന്റിനെ പറ്റിയിട്ട് പറയുമ്പോ അയാളുടെ നട്ടലിനെ പറ്റിയിട്ട് ഒരു ചർച്ചയൊക്കെ മാറ്റുകയാണ്. എന്ത് വിവരം ഉണ്ടോ തനിക്ക്? ആ നട്ടൽ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിനിമ പടച്ചു വെച്ചേക്കുന്നത്. അത് ആദ്യം മനസ്സിലായി. അത് ചിന്തിക്കുള്ള ഒരു സാമാന്യ ബോധം വേണ്ടേ? ആ നട്ടൽ ഉള്ളതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു പടം ഇറക്കി വെച്ചേക്കുന്നത്. പിടിക്കാൻ എത്രത്തോളം സ്വാതന്ത്ര്യം പൃഥ്വിരാജിനുണ്ടോ അതേ അധികാരം തന്നെ അതിന് വിമർശിക്കാൻ മറ്റുള്ളവർക്കുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കാരണം പൃഥ്വിരാജ് എന്ന് പറയുന്നത് സിനിമാ നിർമ്മാതായുടെ സംവിധായകൻ. ഇതിനകത്ത് അദ്ദേഹത്തിന്റെ ചില അജണ്ടകളുണ്ട്. അല്ല, നോർത്ത് ഇന്ത്യൻ ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ അനുകൂലിച്ചുകൊണ്ട് ഇങ്ങനെ അജണ്ടയുടെ ഭാഗമായിട്ട് എത്ര സിനിമകൾ ഇറങ്ങാറുണ്ട്. അതിൻ്റെ അത് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ കേരള സ്റ്റോറി ഇറങ്ങിയപ്പോഴത്തേക്കും ഇവിടെ എല്ലാവരും എവിടെ ഇപ്പം ഈ പ്രതിഷേധമായിട്ട് വരുന്ന ആൾക്കാർ അന്നൊന്നും കണ്ടില്ലല്ലോ. എന്തായാലും നമുക്കിനി TG മോഹൻദാസ് മാമന്റെ അടുത്തോട്ട് വരാം. മാമൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് നമുക്കൊന്ന് കേൾക്കാം. സിനിമയുടെ കഥയിൽ ഗോദ്ര സംഭവത്തെ തുടർന്നുള്ള ഗുജറാത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ കാണിക്കുന്നു. അത് വൺ സൈഡഡ് ആയിട്ട് കാണിക്കുന്നു. മൊത്തത്തിൽ ഒരു ഹിന്ദു വിരുദ്ധ ചിത്രമായിട്ട് അത് മാറിയിരിക്കുന്നു. ഒരു ഹിന്ദു വിരുദ്ധ ചിത്രമോ? നിങ്ങളൊരു BJP വിരുദ്ധ ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, പിന്നെ നിങ്ങളുടെ ഒരു സൈഡ് നമുക്ക് നിങ്ങൾ എന്താ ഉദ്ദേശിച്ച് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഹിന്ദു വിരുദ്ധ ചിത്രം, അങ്ങനെ എമ്പുരാൻ സിനിമ ഉണ്ട് ഒരാളും വിവരം ബോധമുള്ള ഒരാളും പറയത്തില്ല ഹിന്ദു വിരുദ്ധ ചിത്രമാണ്. കാര്യം ഹിന്ദുക്കളെ താറടിച്ച് കാണിക്കുന്ന രീതിയിലുള്ള സാധനം ഒന്നും അല്ല അതിനകത്ത് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇതിനെ ഈ മതത്തെയും വിശ്വാസത്തെയും ഈ പറയുന്ന രാഷ്ട്രീയമായിട്ട് ഇടകലർത്തിക്കൊണ്ട് അതിനെ മറ്റൊരു തലത്തിൽ കൊണ്ടെത്തിക്കുന്നതിനെ പറ്റിയിട്ടാണ് പറഞ്ഞേക്കുന്നത്. ആൻഡ് ഇയാളാണെങ്കിൽ പടം പോലും കാണാൻ വന്ന ഈ ഒരു കാര്യമുണ്ട്. അപ്പൊ തന്നെ നിങ്ങൾ ആലോചിക്കുക, ഇയാളുടെ ഉള്ളിലുള്ള വിഷം, അതായത് ഈ പറഞ്ഞ BJPനെ പറഞ്ഞു എന്നൊരു സാധനം പറയുമ്പോൾ ഇയാൾ ഹിന്ദുക്കളെ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇനി കാണുന്ന ഈ പറയുന്ന ഇത് ഇയാൾ പറയുന്ന കേൾക്കുന്ന എല്ലാ ഹിന്ദുക്കൾക്കും ഈ സാധനം മനസ്സിലോട്ട് വരണം. എന്നിട്ട് ഓക്കെ പൃഥ്വിരാജ് അങ്ങനെ ചെയ്തു, ഓക്കെ മുസ്ലിങ്ങളോടൊക്കെ നമുക്ക് വെറുപ്പ് തോന്നണം എന്നൊക്കെ പറയുന്ന ഒരു സാധനമാണ് ഇയാൾ ഈ കാര്യത്തിലൂടെ പറയുന്നത്. ഇയാളുടെ ഉള്ളിലുള്ള വിഷമാണ് ഈ പറയുന്ന ഓരോ വാക്കുകളിലൂടെ ഇങ്ങനെ പ്രതിധ്വനിച്ച് വരുന്നോണ്ടിരിക്കുന്നത്. അതുകൂടാതെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തുടങ്ങിയ സെൻട്രൽ ഏജൻസികളുടെ ദുരുപയോഗം നടക്കുന്നു എന്നും ആ സിനിമയിൽ കാണിക്കുന്നു. വളരെ സത്യസന്ധമായിട്ട് രീതിയിൽ കാണിച്ചിരിക്കുന്ന ഒരു കാര്യമാണിത്. നിങ്ങളെ ധ്രുവരാത്തി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഉണ്ട്, പുള്ളിയുടെ വീഡിയോ ഇടയ്ക്കൊക്കെ നിങ്ങളൊന്ന് പോയി ഒന്ന് കാണാം. അതിനകത്ത് വളരെ തെളിവ് സഹിതമായിട്ട് കുറെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ച് പറഞ്ഞു പോകുന്നുണ്ട്. എന്താണ് ഇവിടുത്തെ NIA-നും ബാക്കിയുള്ള ED-നെ ഒക്കെ വെച്ചിട്ട് എന്തൊക്കെയാണ് കാണിച്ചു വിട്ടതെന്നൊക്കെ അവിടെ സംസാരിക്കുന്നത്. അതൊക്കെ ജസ്റ്റ് അതൊക്കെ ഒന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ആ സിനിമയെ ഡീഗ്രേഡ് ചെയ്യുന്നു. അപ്ഗ്രേഡ് ചെയ്യാമെങ്കിൽ ഡീഗ്രേഡും ചെയ്യാമല്ലോ. ഒരു സിനിമയെ വല്ലാതെ പ്രൊമോട്ട് ചെയ്യുന്നു ആൾക്കാർ. സിനിമ ഇറങ്ങുന്നതിൻ്റെ ഒരു 2 മാസം മുമ്പ് മുതൽ ദേ വരുന്നു എമ്പുരാൻ പടക്കം ഇപ്പം പൊട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സിനിമയെ പ്രൊമോട്ട് ചെയ്യാമെങ്കിൽ ഈ സിനിമ കാണരുത് എന്ന് പറഞ്ഞ ഒരു ക്യാമ്പയിൻ നടത്താൻ മറ്റുള്ളവർക്കും അവകാശമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ഒരു സിനിമ കാണരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വലിയ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. ഇതിൽ എന്ത് വിവരമുണ്ടോ തനിക്ക്? എന്ത് ബോധമുണ്ട് തനിക്ക്? സിനിമേനെ ഡീഗ്രേഡ് ചെയ്യാൻ നമുക്ക് പ്രശ്നമൊന്നുമില്ലെന്ന് പരസ്യമായിട്ട്. ഓക്കെ, നിങ്ങൾ ഓൾറെഡി ഈ പറയുന്ന കാര്യങ്ങൾ ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതൊന്നും പോരാന്ന് പരസ്യമായിട്ട് എന്ന് പറയുന്ന ഇയാളുടെ ആ ഒരു കാര്യം നിങ്ങളൊന്ന് ആലോചിക്കുക. എന്ത് അഹന്തയാണെന്നുള്ളത്. എത്രയോ ആളുകളുടെ കഷ്ടപ്പാടാണ് ഒരു സിനിമ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പറയാനുള്ള എല്ലാവിധ അഭിപ്രായ സ്വാതന്ത്ര്യം നമ്മുടെ ഈ ഒരു രാജ്യത്ത് നൽകുന്നുണ്ട്. അത് നിങ്ങൾക്ക് പറയാം, ഒരു തെറ്റുമില്ല. നിങ്ങൾക്ക് സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല, അത് നിങ്ങൾ പറയണം, അത് നിങ്ങളുടെ അവകാശമാണ്. പക്ഷേ സിനിമ കണ്ടില്ലെങ്കിൽ അതിനെ പറ്റി നമുക്ക് ഈ പറയുന്ന അപ്ഗ്രേഡ് ചെയ്യുന്ന പോലെ നമുക്ക് ഡീഗ്രേഡ് ചെയ്യാനുള്ള അവകാശമുണ്ട്. കുറെ ആൾക്കാരുടെ കഷ്ടപ്പാടിനെ ഇല്ലാണ്ടാക്കുന്ന ഈ പറയുന്ന ഇയാൾ പറയുന്ന കാര്യത്തിന് ഇതിനെ സപ്പോർട്ട് ഇതിന്റെ കമന്റ് ബോക്സിൽ കുറെ ആൾക്കാരെ ഞാൻ കണ്ടു. ഇത്രയ്ക്കും അന്ധത ബാധിച്ചേക്കുന്ന കുറെ ആൾക്കാർ. ഇവിടുത്തെ റിയാലിറ്റി എന്താണെന്ന് പറയാൻ പാടില്ല. എന്തിനാണെങ്കിലും ഇയാളെ സപ്പോർട്ട് ചെയ്ത് വരുന്ന ആൾക്കാർ, ഞാനാണെങ്കിൽ എന്റെ മറ്റേ ചാനലിൽ ഇടുന്ന വീഡിയോ മസ്റ്റായിട്ട് പോയി കാണണം കേട്ടോ. ഓക്കെ, ഞാൻ എമ്പുരാൻ കണ്ടിട്ടില്ല, കാണേണ്ട ആവശ്യവുമില്ല.
നമ്മുടെ മാമൻ എമ്പുരാൻ കണ്ടിട്ടില്ല, കാണാതെന്ന് വന്ന് പറഞ്ഞോണ്ടിരിക്കണേ. സിനിമയെ പറ്റി അഭിപ്രായം പറയാൻ സകലമാന യോഗ്യതയുള്ളവനാണ് ഞാൻ. ആ, അത് ഉള്ള കാര്യമാണ് കേട്ടോ. കാര്യം സിനിമ കണ്ടിട്ടില്ല, പക്ഷെ സിനിമ കാണാതെ തന്നെ സിനിമയെ പറ്റിയിട്ട് അഭിപ്രായം പറയാനെ കൊണ്ട് എല്ലാവിധ യോഗ്യതയും ഉള്ളൊരു വ്യക്തിയാണ്. എന്ത് നാടോ തനിക്ക്. അടൂർ ഗോപാലകൃഷ്ണൻ ചിത്രലേഖ ഫിലിം സൊസൈറ്റി തുടങ്ങിയ കാലത്ത് അതിലെ ആദ്യത്തെ മെമ്പർമാരിൽ ഒരാൾ ഞാനുമായിരുന്നു. അന്നു മുതൽ ഇന്ത്യൻ ക്ലാസിക്കുകൾ, വിദേശ ക്ലാസിക്കുകളൊക്കെ കണ്ടവനാണ് ഞാൻ. ഞാൻ കണ്ടത്രയും സിനിമ ഇപ്പോൾ ഈ സെൻസർ ബോർഡിൽ ഇരിക്കുന്ന ഒരു കിഴങ്ങിനെയും കണ്ടിട്ടില്ല എന്ന് ഉറപ്പിച്ച് എനിക്ക് പറയാൻ പറ്റും. അതിന് ഞങ്ങളെല്ലാം തലയെ കുത്തി നിൽക്കണോ? പക്ഷേ എന്നെ അതിന്റെ പരിസരത്തൊന്നും അടുപ്പിക്കില്ല. എനിക്ക് വേണ്ടതാണ്. അങ്ങോട്ട് ചെന്ന് കയറി കൊടുക്കുക. സിനിമ പോലും കാണാതെ സിനിമയെ പറ്റിയിട്ട് റിവ്യൂ ചെയ്യാനെ കൊണ്ടുള്ള എല്ലാ യോഗ്യത ഉണ്ടെന്ന് പറഞ്ഞേക്കുന്ന ഒരു മന്ദബുദ്ധിയായിട്ടുള്ള ഒരു വിഷസർപ്പമാണ് വന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം അയാളെ പറ്റിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരാളെ ഈ പറയുന്ന സെൻസർ ബോർഡിന്റെ അടുത്തോട്ട് ആരെങ്കിലും അടുപ്പിക്കൂ? ഒരു സിനിമയ്ക്ക് സർട്ടിഫിക്കേഷൻ കൊടുത്തത് എങ്ങനെ, അനുമതി കൊടുത്തത് എങ്ങനെ, എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത്? അത് എന്തൊക്കെയാ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക, എന്ത് കാര്യം ഒന്നും മിണ്ടാത്തത്? അത് നമുക്ക് ഹിന്ദിയിൽ തന്നെ പറയാം, അരെ ബായ് ക്യാ ചൽ റേ, ഇന്ത്യ മേ ഫോഗ് ചൽ റേ. അത്ര മാത്രമേ ഉള്ളൂ. കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. എന്തായാലും നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് ഇതിൽ അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി, ബൈ.